അയ്യോ, ഞാനിങ്ങനെയല്ലായിരുന്നു. ഞാൻ ബോഡി ബിൽഡർ ആയിരുന്നു ആദ്യം. ശരീരം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കളിക്കണം നന്നായിട്ട്, എന്നാലേ അതിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആനയുടെ ശരീരത്തിന് ആനയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആന പറയും നീ മാറി നിൽക്കണമെന്ന് പറയും. അതേപോലെ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പുലികളിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം. ഇവിടുത്തെ ഒരു കിടിലം പുലീനുണ്ട്. പുലീൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇത്തവണത്തെ വിശേഷങ്ങളെന്ന്. ഓക്കെ ചേട്ടാ, അപ്പം എന്തൊക്കെയാണ് ഇത്തവണത്തെ പുലികളി വിശേഷങ്ങൾ? ഇത്തവണ വിശേഷം ഫസ്റ്റ് ഇവിടെ അടിക്കുക, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. പിന്നെ അത്യാവശ്യം നല്ല നല്ല പുലികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് സെറ്റായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ വന്ന് ഷൂട്ട് ചെയ്തോ. ഇപ്പോൾ ഒരു കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാരുടെ വരകളൊക്കെ കഴിയും. ഓരോ പ്രാവശ്യം ഓരോ കരയ്ക്ക് വേണ്ടി ഇറങ്ങുമോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഇവർക്ക് വേണ്ടി ഇറങ്ങുന്നത്. പിന്നെ ആദ്യം കോട്ടപ്പുറത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടിഞ്ഞാറക്കോട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുട്ടംകുളങ്ങര സെറ്റിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ടീമുകൾക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇത്തവണ എന്തെങ്കിലും ഓൾറെഡി നമ്മൾ ഇവിടെ വയനാട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് വിഷമമുണ്ട്, നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മൊത്തം അറിയപ്പെടുന്ന ഒരു കലയല്ലേ. അപ്പോൾ ഇത് അവർക്ക് നിർത്താൻ പറ്റില്ലാത്തൊരു സാഹചര്യം വന്ന കാരണമാണ് ഇങ്ങനെ ഇപ്പോൾ വീണ്ടും ഇത് അപേക്ഷ ഒക്കെ കൊടുത്ത് രണ്ടാമത് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയാ ചേട്ടാ, നിങ്ങൾ വയറ് നോക്കിയിട്ടാണോ നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്? ബോഡി ഷേപ്പ് ഉണ്ടാവും ഇതിനനുസരിച്ചുള്ള. ഇപ്പോൾ ഒരു പുല്ലിനെ വരയ്ക്കാനായിട്ട് ഒരു ബോഡി ഷേപ്പ് ഉണ്ട്. അപ്പോൾ ആ ബോഡി ഷേപ്പിനനുസരിച്ചായിരിക്കും. പിന്നെ കുറച്ച് കളിക്കാനും അത്യാവശ്യം അറിയണം. നന്നായി കളിക്കുന്നവർ മുന്നിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാലേ പ്രൈസ് അടിക്കാൻ പറ്റൂ. വെറുതെ ശരീരം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കളിക്കണം നന്നായിട്ട്, എന്നാലേ അതിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കളി നല്ല രീതിയിൽ വന്നാലേ ഇതിനെ പോയിന്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയിന്റ് അടിക്കുള്ളവർ. അപ്പോൾ ഈ പുലികളിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ? അയ്യോ, ഞാനിങ്ങനെയല്ലായിരുന്നു. ഞാൻ ബോഡി ബിൽഡർ ആയിരുന്നു ആദ്യം. അയ്യോ, ഗൾഫിൽ ഒരു 10-15 വർഷം നിന്ന് അങ്ങനെ അവിടെ ശരീരത്തിന് ഇതില്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ശരീരത്തിന് ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. അവിടെ നിന്ന് പിന്നെ സൈൻ ബോർഡിൻ്റെ വർക്കായ കാരണം, ഇരുന്നിട്ടുള്ള പണിയായ കാരണം അങ്ങനെ. ഇവിടെ ബോഡി ബിൽഡർ ആയിരുന്നു ആദ്യം പണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ് നല്ലതായിരുന്നു. ശരീരമൊക്കെ നല്ല ഇതായിരുന്നു, വയറൊന്നുമില്ല, നല്ല ശരീരമായിരുന്നു. ഇപ്പം എന്നെ ആദ്യം കണ്ടിരുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവില്ല. ഗൾഫിൽ പോയി വന്ന് ഇങ്ങനെ ആയപ്പോൾ പിന്നെ ഇവരൊരു ദിവസം എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അളിയൻ്റെ ഒരു സുഹൃത്ത് വന്ന് വിളിച്ചിട്ട് വരും ഇങ്ങനെ പുലിവേഷം കെട്ടാനായിട്ട് വരാൻ പറഞ്ഞിട്ട്. പിന്നെ ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും. ഇപ്പോൾ എല്ലാ കളികൾക്കും വിളിച്ചാണ്. എനിക്ക് വർക്കിൻ്റെ തിരക്കൊണ്ട് അങ്ങനെ പോകാണ്ടിരുന്നതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അതായത് ആദ്യം ബോഡി ബിൽഡർ ആയിരുന്നു എന്ന് പറഞ്ഞു. ചെറുതായിട്ട് ശരീരത്തിനും വയറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നിന്ന് ആ ഒരു ബോഡി ബിൽഡർ ആയതെന്ന് ഇങ്ങനെ ഒരു ശരീരത്തിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും തോന്നിയോ, വിഷമം തോന്നിയോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒറ്റ വർഷം കൊണ്ടാണ് അത്രയും. അതായത് ഗൾഫിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഇതല്ലായിരുന്നു അന്നൊക്കെ. അവിടെ റോഡുകളൊക്കെ വരുന്ന സമയമൊക്കെ ആയിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ എക്സസൈസ് ചെയ്യാൻ മറ്റുള്ള ഒരു വാക്കിങ്ങിന് പോകാനൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സുഖമായിട്ട് അവിടെ ഇതാവാമല്ലോ. ഞങ്ങൾ പോയിരുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇത് അവിടെ ഇങ്ങനെ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഭക്ഷണം, അവിടുത്തെ ഫുഡ് പെട്ടെന്ന് കയറി തടിച്ചു. എക്സസൈസും കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോൾ അവിടെ പോയി പെട്ടെന്ന് കയറി തടിച്ചു. അങ്ങനെ ആയിപ്പോയതാ. ഒരു വിഷമം ഉണ്ടായോ ഇങ്ങനെ? ആനയുടെ ശരീരത്തിന് ആനയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആന പറയും നീ മാറി നിൽക്കണമെന്ന് പറയും. അതേപോലെ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു പോരുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഒരു 5-6 മാസം കടന്നപ്പോൾ പിന്നെ എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതുവരെ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ അടുത്ത സമയത്താണ് എനിക്ക് അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ എത്ര വർഷമായി ഗൾഫിൽ നിന്ന് വിട്ടു പോന്നിട്ട്? ഇപ്പോൾ 10-18 വർഷമായിട്ടുണ്ട്. എത്ര വർഷമായി ഇവിടെ പുലികളി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇവിടെ ഇപ്പോൾ ഒരു 6ാമത്തെ വർഷം. ഇത് 6ാമത്തെ വർഷം. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്തവണ? എന്താണ് പ്രത്യേകത? ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. പിന്നെ തീരുമാനങ്ങൾ എന്താ, സംഘടന തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്നാലും എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് അടിക്കാറുണ്ട്. ഇപ്രാവശ്യം നോക്കട്ടെ. ഏറ്റവും കൂടുതൽ വയറുള്ള ആൾക്കാർ ഇവിടെ അതറിയില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരുവിധം നല്ല വലിയ വലിയ പുള്ളികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല.
വലിയ ഇതുണ്ടായിട്ട് കാര്യമില്ല, കളിക്കണ്ടേ. കളിച്ചാലേ അതിനെ ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വെറുതെ വരച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ.